ചേട്ടാ, നാട്ടില് അറിയപ്പെടുന്ന ഒരു അമ്പലം വിഴുങ്ങി നടത്തിയ കണക്ക് അവതരിപ്പിക്കലില് ആനയെ വാങ്ങാൻ പോയി ആനയെ കിട്ടിയില്ല, ആ വകയിൽ ഇത്ര തുക, ആനയ്ക്ക് അലുവ മേടിച്ചു കൊടുത്ത വകയിൽ ഇത്ര തുക, ഇങ്ങനെ നമ്മുടെ നാട്ടില് ഈ നാട്ടുവർത്തമാനങ്ങളിൽ പറഞ്ഞ് ശീലിച്ചൊരു തമാശയാണ്. ഇപ്പൊ അതിലും വലിയൊരു തമാശ വന്നേക്കുന്നു. മോഹൻലാൽ പിണറായി വിജയൻ അഭിമുഖം നടത്തി, ചെലവ് 11,21,000 രൂപ. അത് ശരി. ഇത്രയും ഒരു ഒരു മണിക്കൂറോ മറ്റോ മോഹൻലാൽ വർത്തമാനം പറഞ്ഞിരുന്നതിന് ചെലവായ തുകയാണ്. നമ്മള് ഖജനാവില് അവസ്ഥയെക്കുറിച്ച് നമുക്ക് നല്ല ധാരണയുണ്ട്. ഈ അഭിമുഖം നടത്തിയത് കൊണ്ട് കേരള പൊതുസമൂഹത്തിന് പ്രത്യേകിച്ച് എന്തെങ്കിലും നേട്ടമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയാണ്. കാരണം ഇത് പഠന ഗവേഷണ പ്രവർത്തനങ്ങൾക്ക് ഉപകരിക്കുന്ന സംഗതിയാണോ? അല്ല. ഇത് പിണറായി വിജയന്റെ ഒരു PR എക്സർസൈസ് ആണെന്ന് സാമാന്യ ബോധത്തിൽ എല്ലാവർക്കും മനസ്സിലാവും. അപ്പോ ഈ ഒരു നിർണായക തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ കേരളം അതിഭീകരമായ സാമ്പത്തിക പ്രതിസന്ധിയെ നേരിടുന്നു എന്ന് സാക്ഷ്യപ്പെടുത്തിയത് ഇവിടുത്തെ ധനമന്ത്രി തന്നെയാണ്. അങ്ങനെ ഇരിക്കുന്ന ഒരു ഘട്ടത്തിൽ ഇമാതിരി പരിപാടിക്ക് പോകേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു? അല്ല, എനിക്ക് തോന്നുന്നു പ്രേംലാലെ, ഇതിനകത്ത് വലിയൊരു പ്രശ്നം, അഴിമതിയുടെ ഒരു പ്രശ്നം കൂടെ ആവിർഭവിച്ചിരിക്കുന്നു, കള്ളത്തരത്തിൻ്റെ ഒരു പ്രശ്നം കൂടെ ആവിർഭവിച്ചിരിക്കുന്നു. അതാണ് വളരെ ഗൗരവമായിട്ട് കാണേണ്ടത്. ഇപ്പം ഈ 11,21,000 എന്ന് പറയുന്നത് ഗവൺമെൻറ് നടത്തിയുള്ള അഴിമതി കണക്കുകളുടെ കൂട്ടത്തിൽ നിസ്സാരം ഒരു തുകയാണ്. പക്ഷേ ഈ 18,21,000 ഭൂരിഭാഗവും ചെലവായിട്ടുള്ളത് എന്തിനു വേണ്ടിയാ? ചാനലുകളിലെ എയർ ടൈം സ്ലോട്ടുകൾ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഉറപ്പായിട്ടും അവിടെ ഒരു ജനവഞ്ചന നടന്നിട്ടുണ്ട്. അദ്ദേഹം വർഗവഞ്ചകൻ എന്ന് പറയുന്ന പോലെ ഒരു ജനവഞ്ചന മുഖ്യമന്ത്രി തന്നെ നടത്തിയിട്ടുണ്ട്. ഇങ്ങനെയാണെങ്കിൽ, താങ്കൾ ഈ പറഞ്ഞത് സത്യമാണെങ്കിൽ, ജനവഞ്ചന എന്താണത്? എയർ ടൈമിൽ സ്വന്തം പരസ്യം കൊടുത്ത് അതിനെ വാർത്തയാക്കി ചിത്രീകരിച്ച് പൈസ കൊടുത്തിട്ട്. രണ്ടാമത്തെ കാര്യം, ഇത് ഏറ്റുവാങ്ങിയ ചാനലുകൾ കാണിച്ചത് കറുത്ത നെറുകേടെന്നൊക്കെ പുള്ളി പറയാറുണ്ടല്ലോ, നികൃഷ്ട ജീവി എന്നൊക്കെ പറയും. നികൃഷ്ടതയാണ്. കാരണം എന്താ? പൈസ വാങ്ങിച്ചിട്ട് ന്യൂസ് കൊടുത്തിട്ട് അത് പെയ്ഡ് ന്യൂസ് എന്നാണ് പറയുന്നത്. അതെ, ആ പെയ്ഡ് ന്യൂസ് വാങ്ങിച്ചിട്ട് ഞങ്ങളുടെ ചാനലിന് ഇത് കിട്ടിയെന്ന പൊങ്ങച്ചും വായിച്ചാരിയും പറയുന്നത് ധാർമ്മികതയ്ക്ക്, അതായത് വൃത്താന്ത പത്രമായാലും ശരി ചാനലായാലും മാധ്യമ ധാർമ്മികതയ്ക്ക് നിരക്കുന്നതല്ല, ആളെ പറ്റിക്കലാണ്. താങ്കൾ ഒരു ദീർഘകാലം പല മാധ്യമങ്ങളിൽ വർക്ക് ചെയ്ത ആളാണ്, അല്ലെന്ന് തോന്നുന്നുണ്ടോ? പറയൂ. ഇപ്പോ സർക്കാരിന്റെ കയ്യിൽ നിന്ന് പണം വാങ്ങി ഒരു അരമണിക്കൂറോ ഒരു മണിക്കൂറോ ഒരു ടൈം സ്ലോട്ട് കൊടുത്തതിന് അത്രയും ഭീമമായ തുക കൈപ്പറ്റിയിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്രത്യുപകാരം ചെയ്തിട്ടുണ്ടാവും. ഇപ്പൊ തെരഞ്ഞെടുപ്പാണല്ലോ, തീർച്ചയായിട്ടും സർക്കാർ അനുകൂല ക്യാമ്പയിനുകൾ പല ചാനലുകൾ ഏറ്റെടുക്കുന്നതിന്റെ പിന്നില് ഇതും ഒരു കാരണമാകാനാണ് സാധ്യത. അതെ, നിങ്ങൾ നേരത്തെ ഒരു വഞ്ചന ചെയ്തു. പത്രങ്ങളെല്ലാം അഡ്വർടൈസ്മെന്റ് എന്നുള്ള ഒരു 4 അക്ഷരം ചേർക്കാതെ, വെള്ളം തൊട്ടു വിഴുങ്ങാതെ കൊണ്ട് പരസ്യം കൊടുത്തു. മാസ്റ്റ് ഹെഡിന്റെ താഴെ ജനങ്ങൾ ആദ്യം നോക്കുന്ന വാർത്ത എന്തെന്നറിയാൻ നോക്കുന്നത് ഈ മാസ്റ്റ് ഹെഡിന്റെ താഴെയല്ലേ നോക്കുന്നത്? ആ മാസ്റ്റ് ഹെഡിന്റെ താഴെ എഴുതി വെച്ചിരിക്കുന്ന എന്താ? പവർ കട്ട് തുടങ്ങുന്നു, മറ്റു കാര്യങ്ങൾ. ആളുകളെ ഞെട്ടിച്ചില്ലേ? ആളുകളെ ഞെട്ടിക്കുന്ന അത് എന്ത് തരം PR ബ്ലിറ്റ്സ്ക്രീഗ്? അത് എന്ത് PR ബ്ലിറ്റ്സ്ക്രീഗ് ആയാലും അവിടെയും ഒരു ജനവഞ്ചന നടന്നിട്ടുണ്ട്. പക്ഷേ ഈ പരസ്യമാണെന്ന് പത്രം കൊടുക്കാത്തത് ഒരു മാധ്യമ തർക്കം അവരവിടെയും ലംഘിച്ചിട്ടുണ്ട്. പക്ഷെ ഈ പവർ കട്ട് PR തള്ള് അത് പൊളിഞ്ഞടുങ്ങി. അതായത് കേരളത്തിൽ എവിടെയാണ് വൈദ്യുതി ഉൽപാദനം വർദ്ധിച്ചത്? പവർ കട്ട് ഇല്ലാണ്ടാകണമെങ്കിൽ വൈദ്യുതി ഉൽപാദനം വർദ്ധിക്കണമല്ലോ. ഒരിടത്തും ഉണ്ടായിട്ടില്ല. പിന്നെ നമ്മൾ പലയിടത്തും പല വീട്ടുകാർ സ്വന്തം ചെലവില് സോളാർ പാനലുകൾ വെച്ചത് അത് ശരി. നമ്മുടെ ഇവിടെ വൈദ്യുതി ഉൽപാദനം വർദ്ധിച്ചിട്ടില്ല. പിന്നെ കേന്ദ്ര ഗ്രിഡിൽ നിന്ന് നമുക്ക് യഥേഷ്ടം വൈദ്യുതി ആവശ്യാനുസരണം കിട്ടുന്നുണ്ട്. ഇപ്പൊ കൂടംകുളം താപവൈദ്യുത നിലയത്തിന്റെ സാധ്യതകളടക്കം കേരളത്തിന് പ്രയോജനപ്രദമാകുന്നുണ്ട്. അപ്പൊ ഇതാണ് ഒരു കാര്യം കൂടെ ചേർത്ത് വായിക്കണം പ്രേംലാലെ. കേരളത്തില് കൂടംകുളത്തിന്റെ പോലുള്ള ഒന്ന് സ്ഥാപിക്കാമെന്ന് പറഞ്ഞിട്ട് സ്ഥലം കൊടുത്തില്ലേ, ഈ കേരളം വാങ്ങിക്കുകയല്ല. പവർ നമുക്ക് വേണം, കേന്ദ്രം ഇപ്പൊ തരുന്നോണ്ട്. ഇപ്പൊ ഈ മൊബൈൽ ടവറിന്റെ കാര്യം പറഞ്ഞ പോലെ മൊബൈൽ ടവറിന്റെ റേഞ്ച് നമുക്ക് കിട്ടണം, പക്ഷെ ടവർ എന്റെ പറമ്പിൽ വെക്കാൻ പറ്റില്ല. ഇതാണ് പരിപാടി. അതുപോലെ ചപ്പിയവറിന്റെ കാര്യത്തിൽ ഇത് തന്നെ ഉണ്ട്. ചപ്പിയവറല്ല എനിക്ക് കൊണ്ടുപോയി വിക്ഷയിക്കണം, പക്ഷെ എന്റെ വീടിന്റെ അടുത്ത സംസ്കരണശാല പറ്റില്ല. കുളപ്പൽശാലക്കാരങ്ങനെ പറഞ്ഞതല്ലേ, കുളപ്പനക്കുന്നുകാരങ്ങനെ പറഞ്ഞതല്ലേ. അപ്പോൾ അതെല്ലാം ഭംഗിയായിട്ട് നടക്കണം, പക്ഷേ എൻ്റെ വീടിൻ്റെ അടുത്ത്. അതുപോലെ തന്നെ നായ്ക്കളെല്ലാം പോകണം, പക്ഷേ എൻ്റെ വീടിൻ്റെ അടുത്ത് ഒരു ABC സെൻറ്റർ തുടങ്ങാൻ ഞങ്ങൾ സമ്മതിക്കില്ല. പട്ടിയെ ഉപദ്രവിക്കുന്നതാണ് ഞങ്ങൾക്ക് വയ്യ. കൈ നനയാതെ മീൻ പിടിക്കണം, അതും പറയും. ഇപ്പൊ ഈ അഭിമുഖം തയ്യാറാക്കിയത് വലിയൊരു ക്രൂ ആണ്. പഴയ പ്രമുഖനായ ചലച്ചിത്ര സംവിധായകൻ TK രാജീവ് കുമാർ ആണ് ഇതിന്റെ സംവിധാനം. അപ്പോൾ വെൽ സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള ഒരു സാധനമാണ് ചെയ്തത്. അപ്പോൾ ഇത് ഒറ്റപ്പെട്ട സംഗതിയല്ല. മുമ്പ് 2011 ഉമ്മൻചാണ്ടി, അന്ന് പ്രതിപക്ഷ നേതാവായിരുന്നു, അന്നും മോഹൻലാൽ ഇതേപോലെ
അഭിമുഖം നടത്തിയിരുന്നു. അപ്പൊ ഇവിടെ മിണ്ടിയും പറഞ്ഞും ഇരുവർ എന്ന തലക്കെട്ടില് ഒരു സാധനം ഇറക്കി വിടുന്നതിലൂടെ ഒരു ഉദ്ദേശിച്ചത് തെരഞ്ഞെടുപ്പിൽ വരുന്നതിന് തൊട്ട് മുമ്പുള്ള ഒരു കുളങ്കലക്കലാണ്. ഒന്ന് കാടിളക്കി പിണറായി വിജയൻ ഇതുവരെ ഇല്ലാത്തൊരു പുതിയൊരു പ്രതിച്ഛായ നിർമ്മിതിക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയെടുത്തൊരു പരിപാടിയാണ്. പക്ഷേ ഇപ്പോൾ തന്നെ വിവരാവകാശ നിയമപ്രകാരം ഇതിന്റെ ചെലവ് നമുക്കിപ്പോ നിത്യവൃത്തിക്ക് വകയില്ലാത്ത പലരും സെക്രട്ടേറിയറ്റിന്റെ നടയിൽ ഓരോ ആനുകൂല്യങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ പെൻഷൻ വർധനവിന് വേണ്ടി ശമ്പള വർധനവിന് വേണ്ടി സമരം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ 11,21,000. ഒരു കാര്യം കൂടെ ചേർത്ത് പറയട്ടെ, അതിനോട് ചേർത്ത് വായിക്കേണ്ടത്, അവിടെ ഇരുന്നുകൊണ്ട് സെക്രട്ടറിയേറ്റിന്റെ മുമ്പിൽ ഇരുന്ന് അതുവഴി പോകുമ്പോൾ നമ്മുടെ നേരെ കൈ നീട്ടുന്ന പാവപ്പെട്ട ആൾക്കാരുണ്ട്. അതിദാരിദ്ര്യം ഇല്ലാതാക്കിയെന്നൊക്കെ അവകാശവാദങ്ങളുടെ ചെകിട്ടത്തടിക്കുന്ന ഒരു സംഭവമാണ്. അവർക്ക് എന്തെങ്കിലും ഒരു രക്ഷോപായം, ഒരു നേരത്തെ ആഹാരം കൊടുക്കാനുള്ള വക IMCA കൊടുക്കുന്നുണ്ട്. ഗവൺമെന്റിന്റെ ആഭിമുഖ്യത്തിലൊന്നുമില്ല. ആ ഒരു കാര്യവും ഇല്ലാതെ ഈ 11 ലക്ഷത്തിൽ തന്റെ മുഖം മെനുക്കാൻ വേണ്ടി മോഹൻലാലിനെയും കൊണ്ടുവച്ച് കാണിച്ചത്. അല്ല, ഈ മോഹൻലാലിനെ ഈ CPM-കാര് തന്നെ മുമ്പ് വിശേഷിപ്പിച്ചിരുന്നത് ഒരു മോദി ഭക്തൻ എന്ന നിലയിലാണ്. സംഘപരിവാറിനോട് ചേർന്ന് നിൽക്കുന്ന രാഷ്ട്രീയധാര പിന്തുടരുന്ന ഒരാളെന്ന നിലയിലാണ്. പെട്ടെന്ന് ഈ മോഹൻലാലിനോട് ഇത്ര സ്നേഹവും ബഹുമാനവും ഒക്കെ എങ്ങനെയാണ് ഉണ്ടായത്? അത് വലിയൊരു ചോദ്യമാണ്. അതൊരു വലിയ ഉത്തരം വളരെ ഡെപ്തിൽ പറയേണ്ട ഒരു കാര്യമാണ്. മുഖ്യമന്ത്രി ഇപ്പൊ പഴയ കമ്മ്യൂണിസ്റ്റുകാരനല്ല എന്നുള്ളതാണ് അകത്തളങ്ങളിൽ ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിന് വിശ്വാസം വന്നിട്ടുണ്ട്. വിശ്വാസം സാധാരണഗതിയിൽ എപ്പോഴാണ് ആളുകൾക്ക് വരുന്നത്? കമ്മ്യൂണിസ്റ്റുകാർക്കും നാസ്തികർക്കും ഒക്കെ ഭയം, എന്തെങ്കിലും അപകടം ഉണ്ടാവും. മരണഭയം എന്ന് പറയുന്ന അതുപോലൊരു ഭയമില്ല. ഈ മരണഭയം നീങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് യാതൊരു പ്രശ്നവുമില്ല. അതാണ് ഇറാന്റെ ഒരു പ്രശ്നം. മരണഭയം ഇല്ല അവിടെ. ആ മരണഭയം ഇല്ലാത്തതുകൊണ്ട് അവർ ചങ്കൂറ്റത്തോടെ നിന്ന് യുദ്ധം ചെയ്ത് അമേരിക്കയ്ക്ക് പിന്മാറേണ്ടി വന്നു. അത് വേറൊരു കാര്യം. അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ ഇദ്ദേഹത്തിനെ പറ്റി, ഇദ്ദേഹത്തിൻ്റെ ആയുസ്സിനെ പറ്റി, ഈ രോഗം കൊണ്ട് അമേരിക്കക്കാർ തുറന്നു പറയും കേട്ടോ. അമേരിക്കക്കാരെല്ലാ കാര്യങ്ങളും തുറന്നു പറയും. നിങ്ങളുടെ ഈ രോഗം മൂലം നിങ്ങൾക്ക് ജീവിക്കാവുന്ന സമയം ഇത്രയും കണക്ക് പറഞ്ഞിട്ടുണ്ട്. അതോടുകൂടിയാണ് എന്ന് പറയപ്പെടുന്ന കാര്യങ്ങളാണ്. ഇത് മുഖ്യമന്ത്രി പറഞ്ഞിട്ടില്ല, ഈ അഭിമുഖത്തിൽ ചോദിച്ചിട്ടുമില്ല, അദ്ദേഹം പറഞ്ഞിട്ടില്ല. അദ്ദേഹം കേരളത്തിൽ വന്നു, പ്രസിദ്ധനായിട്ടുള്ള ഒരു ജ്യോതിഷിയെ കണ്ടു. അദ്ദേഹത്തിൽ നിന്ന് അഭിപ്രായം തേടിയപ്പോൾ ഈ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ പറഞ്ഞിട്ട് അദ്ദേഹം ചില ഈശ്വര പ്രസാദത്തിനായിട്ടുള്ള മാർഗങ്ങൾ നിർദ്ദേശിക്കുകയും ആ മാർഗങ്ങളിലൂടെയാണ് അപ്പോൾ സഞ്ചരിക്കുന്നത്. വീട്ടിനകത്ത് എല്ലാവരും ചാണകം എന്ന് പറഞ്ഞ് കളിയാക്കുമ്പോഴും ഈ ഗോവധ നിരോധനത്തെ സ്വാധീകരിക്കുന്ന തരത്തിൽ വീട്ടിനകത്ത് തന്നെ ഒരു ഗോശാല, നല്ല കാര്യം, ഞാൻ അഭിനന്ദിക്കുകയാണ്. ഈ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമായി അദ്ദേഹം ആ പശുവിനെ തന്നെ വളർത്തിയത് നല്ല കാര്യമാണ്. അങ്ങനൊരു ഗോശാല വരികയും അതുപോലെ തന്നെ അതിൻ്റെ ഫലം തന്നെയാണ് ശബരിമലയിൽ ഒരു ആഗോള സംഗമവും നടത്തിയത്. അദ്ദേഹത്തിൻ്റെ വിശ്വാസത്തോടു കൂടി തന്നെയാണ് നടത്തിയത്. ആ പണ്ടത്തെ ചെറുപ്പത്തിൻ്റെ ആ യൗവനത്തിലുണ്ടായിരുന്ന ആ തിളപ്പുണ്ടല്ലോ, ഈശ്വരൻ ഒന്നുമില്ല എന്ന് പ്രേരിപ്പിക്കുന്ന നാസ്തികത, അതില്ലാതായിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ പലരും നക്സലൈറ്റുകൾ, കൊടും തീവ്രവാദികളെ പോലെ പെരുമാറിയിരുന്ന നക്സലൈറ്റ് പോലും അവസാന ഘട്ടത്തിൽ വന്നപ്പോൾ വിശ്വാസത്തിലേക്ക് മടങ്ങിയിട്ടുണ്ട്. വിപ്ലവത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക്. നമ്മുടെ അറിയപ്പെടുന്ന ഫിലിപ്പ് എം പ്രസാദ്, വെള്ളത്തൂവൽ സ്റ്റീഫൻ, അങ്ങനെ ധാരാളം ആൾക്കാരുണ്ട്. NM പിയേഴ്സൺ മാസ്റ്ററോടെ ഞാൻ ചോദിച്ചു, ഇല്ല, പുള്ളി ഇപ്പോഴും കമ്മ്യൂണിസ്റ്റ് സ്ഥാപിച്ചിരിക്കുന്നു, ദൈവത്തിൽ വിശ്വസിക്കുന്നില്ലെന്ന് പറയുന്ന ഒരാളാണ്. ആസാദ് ഉണ്ട്. അവരുടെയൊക്കെ എങ്ങനെയാണെന്ന് അറിയത്തില്ല. പലരും അവസാന നാളുകളാവുമ്പോൾ നമ്മൾ ദൈവത്തെ വിളിച്ചു പോകുന്നു, പ്രാർത്ഥിക്കുന്നു. P. ഗൗന്തപ്പിള്ളയുടെ കാര്യം നമുക്കറിയാം, അതുപോലെ M. മുകുന്ദൻ്റെ കാര്യം നമുക്കറിയാം. EMS നമ്പൂതിരിപ്പാട് പോലും ആര്യാന്തർജനത്തിലെ അമ്പലത്തിൽ പോകാൻ വേണ്ടി അദ്ദേഹം വെളിയിൽ വന്ന് നിന്നിട്ടുണ്ട്, അവരുടെ വിശ്വാസം. അതുപോലെ തന്നെ EMS നമ്പൂതിരിപ്പാടിനെ പറ്റി നമ്മുടെ തന്നെ KV രാജശേഖരൻ സാർ പറഞ്ഞത്, അദ്ദേഹം മന്നത്തിൻ്റെ അടുത്ത് പോയപ്പോൾ ചന്ദനക്കുറിയും തൊട്ടുകൊണ്ടാണ് പോയത്. അത് തന്ത്രമായിരിക്കാം, ആ ഒരു അടവ് നയമായിരിക്കാം, പക്ഷേ അങ്ങനെയാണ് പോയതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നിഷിദ്ധമെന്ന് പറഞ്ഞ് വിശ്വസിക്കുന്ന ഇവർ തന്നെ പല കാലഘട്ടങ്ങളിൽ അനുകൂലമല്ലാത്ത സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അതിന് പ്രതിരോധിക്കാൻ തേടുന്നത്, രക്ഷോപായം എന്ന് പറയുന്നത് ഈശ്വരൻ തന്നെയാണ്, നാസ്തികതയല്ല എന്നുള്ളത് വളരെ വ്യക്തമാക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. ശരി, പക്ഷെ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ ഇതിലൊരു സാങ്കേതികത്വം ഉണ്ട്. അതായത് സർക്കാരിന് കാലാകാലങ്ങളിൽ ഈ PRD വഴി അല്ലെങ്കിൽ ഇത്തരം ഏജൻസികൾ വഴി ഇത്തരം പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് തുക ചിലവഴിക്കുന്നതിന് സാങ്കേതികമായി തടസ്സമില്ല. പക്ഷെ സാങ്കേതികവും ധാർമ്മികതയും എന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ടല്ലോ. അപ്പൊ അതിൽ ഇത് എങ്ങനെ പറഞ്ഞ് ന്യായീകരിക്കും? ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കാരണം തൻ്റെ ഒരു പരസ്യത്തിന് വേണ്ടിയിട്ട്, താൻ മോഹൻലാലുമായിട്ട് അഭിമുഖം നടത്തുന്ന ഒരു പരസ്യത്തിന് വേണ്ടിയിട്ട്
മോഹൻലാൽ ഇതിൽ പരസ്യമൊന്നും ചോദിച്ചു കാണില്ലെന്ന് എനിക്ക് തോന്നുന്നു. മുഖ്യമന്ത്രിയുടെ ഒരു ഗുഡ് വിൽ അതിന്റെ ആവശ്യമില്ലല്ലോ പുള്ളിക്ക്. കാരണം അതിന്റെ പണം ഇഷ്ടം പോലെ ഉണ്ട്, ഒന്നുമില്ല, ടാക്സ് കൊടുക്കേണ്ടി വരും. ഒന്നുമില്ല, അല്ലെങ്കിൽ ഇതൊന്നുമല്ല, amount മഴപ്പാത്തിയുടെ പരസ്യം മുതൽ വൈകിട്ട് എന്താ പരിപാടി എന്ന് ചോദിക്കാൻ പോലും ഒരു മടിയില്ലാത്ത ആളാണ്. പുള്ളിക്ക് പൈസ മാത്രം കിട്ടിയാൽ മതി. പക്ഷെ ഇതിനെ പുള്ളി മേടിച്ചു കാണാൻ സാധ്യതയില്ല, വാങ്ങിക്കാൻ സാധ്യതയില്ല. ഒരു ഗുഡ് വിൽ അംബാസഡറെ പോലെ അദ്ദേഹം അങ്ങ് അഭിമുഖം എടുത്ത മോഹൻലാലിനെ വെക്കാനുള്ള കാരണം കൂടെ നമ്മളൊന്ന് പറയണം. അദ്ദേഹം കട്ട ആത്മീയവാദിയാണ്, ദൈവത്തിൽ വലിയ വിശ്വാസമുള്ള ഒരാളാണ്, ആത്മീയമായിട്ട് ആഴത്തിൽ ചിന്തിക്കാൻ കഴിയുന്ന ആളാണ്. അതാണ് ഓഷോ രജനീഷ്. നമ്മളെല്ലാം സെക്സ് ഗുരു എന്നാണ് അറിയപ്പെടുന്നത്. പക്ഷെ ഓഷോ രജനീഷിൻ്റെ ആഴത്തിലുള്ള ആ ദർശനങ്ങളെ ഉൾക്കൊള്ളുന്ന ഒരാളാണ് അദ്ദേഹം. മാതൃഭൂമി വാരാന്തപ്പതിപ്പിൽ ഒരു പരമ്പര തന്നെ എഴുതിയിരുന്നു. അത്രയധികം വിശ്വാസമുള്ള ഒരാളായിട്ടാണ് ഓഷോ രജനീഷിനെ കാണുന്നത്. വളരെ ലളിതമായ ഭാഷയിൽ അദ്ദേഹം ഓഷോ രജനീഷിൻ്റെ നിലപാടുകളെ, അദ്ദേഹത്തിൻ്റെ വീക്ഷണങ്ങളെ ഒക്കെ തന്നെ ന്യായീകരിച്ചിട്ടുള്ള ഒരു വ്യക്തിയും കൂടാണ്. അതൊന്നും കൂടെ നമ്മൾ മനസ്സിലാക്കണം. ആ മോഹൻലാലിനെയാണ് അഭിമുഖത്തിന് ഉപയോഗിച്ചത് എന്നുള്ളത് പിണറായി വിജയൻ്റെ ആത്മീയതയോടുള്ള ആ മടക്കയാത്രയുടെ ഒരു ഉദാഹരണം മാത്രം. എന്നു മാത്രമല്ല, അഭിമുഖത്തിൽ അദ്ദേഹം ഉപനിഷത്തുകളാണ് എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചതെന്ന് പരസ്യമായിട്ട് പറഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ ഒരു സന്യാസിയെ പോലെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഞാൻ ഉള്ളത്, കാരണം ആരോടും പ്രീതിയോ ഭീതിയോ കൂടാതെ പാർട്ടിക്ക് വേണ്ടി മാത്രം നിലകൊള്ളുന്നു എന്നുള്ള ഒരു കാര്യം കൂടി അദ്ദേഹം പറഞ്ഞു. ഇനിയും ആഗോള സംഗമത്തിൽ അദ്ദേഹം ഗീതാ ശ്ലോകം ഉദ്ധരിച്ചു. എല്ലാവരും അത്ഭുതപ്പെട്ടു പോയി. അപ്പോൾ അങ്ങനെ ഭാരതീയമായിട്ടൊരു സംസ്കാരം യോഗി ആദിത്യനാഥിന്റെ സന്ദേശം ആ സമ്മേളനത്തിൽ വായിക്കുകയും ചെയ്തു. സ്വാമിയെ ശരണം അയ്യപ്പ എന്ന ഇൻകുലാബ് സിന്ദാബാദ് കാര്യം പറഞ്ഞപ്പോ തെറ്റിപ്പോയി. കല്ലും മുള്ളും കാലിക്ക് കുത്ത അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞു. കാലിക്കത്തു. അതുപോലെ മുദ്രാവാക്യം വിളി ഇൻകുലാബ് സിന്ദാബാദ് ശൈലിയിലായിപ്പോയി. സ്വാമിയെ ശരണം അയ്യപ്പ എന്നുള്ളത് അത് വിളിക്കേണ്ട ശബ്ദം മാറിപ്പോയെങ്കിലും അത് വിളിക്കേണ്ടി വന്നു എന്നുള്ളതാണ്. അപ്പം അതിനെ എതിർക്കാതിരുന്നു എന്നുള്ളത് വലിയൊരു മാറ്റം തന്നെയാണ്, പിണറായിയിലെ വലിയൊരു മാറ്റം തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലങ്ങളെ അത് സ്വാധീനിക്കുമെന്ന് ചോദിച്ചാൽ എനിക്കറിയാൻ വയ്യെന്നാണ് എൻ്റെ ഉത്തരം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.